ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എക്സിറ്റ് പോളുകളിലെ കണക്കുകളിലെ ആത്മവിശ്വാസത്തിൽ BJP ക്യാമ്പ് കഴിയുമ്പോഴും എതിർപക്ഷത്ത് തേജസ്വി യാദവ് ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ നേരിട്ടത്. സ്വാഭാവികമായും എക്സിറ്റ് പോളുകളെ കുറിച്ചായിരുന്നു ആദ്യ ചോദ്യങ്ങൾ. പക്ഷേ തേജസ്വി എക്സിറ്റ് പോളുകളുടെ മുൻകാല ചരിത്രം മാധ്യമ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചാണ് അതിന് മറുപടി നൽകിയത്. പ്രത്യേകിച്ചും എക്സിറ്റ് പോളുകൾക്കപ്പുറത്ത് അവ നടത്തിയ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ തേജസ്വി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലാഹോറും കറാച്ചിയും ഇന്ത്യൻ സൈന്യം പിടിച്ചടക്കിയെന്ന് ലൈവ് റിപ്പോർട്ട് നൽകിയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് തേജസ്വി ചോദിച്ചു. എക്സിറ്റ് പോൾ നടത്തിയ അതേ ചാനലുകളാണ് ധർമ്മേന്ദ്രയെ കഴിഞ്ഞ ദിവസം കൊന്നതെന്നും ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നതെന്നും തേജസ്വി പരിഹസിച്ചു. മാത്രമല്ല, വോട്ടെടുപ്പ് കഴിയും മുമ്പ് തന്നെ ചില എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരുന്നു. അതിനർത്ഥം അവർ യഥാർത്ഥ സർവേ ഒന്നും തന്നെ നടത്താതെ കേന്ദ്ര സർക്കാരിനും BJPക്കും അനുകൂലമായ ഒരു വികാരം പൊതുവിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥ മാത്രമാണ് ഈ എക്സിറ്റ് പോൾ എന്നാണ്. അതിന് കേവലം 14-ാം തീയതി വരെ ആയുസുള്ളൂ എന്നും ഇത്ര കനത്ത പോളിംഗ് എന്നത് അധികാരമാറ്റത്തിന്റെ ലക്ഷണമായാണ് മഹാഗഠബന്ധൻ കരുതുന്നതെന്നും തേജസ്വി വ്യക്തമാക്കി. ബീഹാറിന്റെ സമീപകാല രാഷ്ട്രീയം എന്നത് നിതീഷ് എന്ന ഒറ്റയാനെ കേന്ദ്രീകരിച്ചാണെന്നതിൽ ആർക്കും സംശയം കാണില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മുന്നണികൾ ഇടയ്ക്ക് മാറിയെങ്കിലും ബീഹാറിന്റെ ഭരണ നേതൃത്വം നിതീഷിൽ തന്നെയായിരുന്നു. എന്നാൽ അപ്പോഴും രസകരമായ മറ്റൊരു കണക്ക് ബീഹാർ രാഷ്ട്രീയത്തിലുള്ളത് പലരും മറക്കാറുണ്ട്. അത് ആരാണ് ബീഹാറിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നതാണ്. ഭരണം കയ്യിലില്ലെങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഭരണത്തിലുള്ളത് നിതീഷ് അല്ല, മറിച്ച് പ്രതിപക്ഷത്തുള്ള RJD ആണ്. 2020 നടന്ന അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷി അത് RJD ആണ്. മുഖ്യമന്ത്രിയായ നിതീഷിന്റെ പാർട്ടിക്ക് കേവലം 43 സീറ്റാണ് ലഭിച്ചത്. അതിനു മുൻപ് നടന്ന 2015 തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി RJD തന്നെയായിരുന്നു. 80 സീറ്റാണ് അന്ന് RJDക്ക് ലഭിച്ചത്, നിതീഷിന് 71. തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നിലെത്തിയിട്ടും ഭരണത്തിലെത്താൻ കഴിയാതെ പോയതിന്റെ ക്ഷീണം ഇത്തവണ മാറുമെന്നാണ് തേജസ്വി പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നിതീഷിന്റെ 20 വർഷത്തെ ഭരണകാലത്തെ വികസനം മുരടിച്ച RJD മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു പ്രചരണ വിഷയമായിരുന്നു. രാഹുൽ ഗാന്ധി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ബീഹാറിലെ യുവാക്കൾ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തൊഴിലിനായി അലയുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലെ വികസനങ്ങൾ അവർ നേരിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തുടർച്ചയായി 20 വർഷം മുഖ്യമന്ത്രിയാകാൻ അവസരം ലഭിച്ചിട്ടും ബീഹാറിനെ വികസന പാതയിലേക്ക് എത്തിക്കാനാകാത്ത നിതീഷിനെ ബീഹാറിലെ ജനങ്ങൾ എങ്ങനെ തുടരാൻ അനുവദിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയുടെ മറ്റൊരടിസ്ഥാനം. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളുടെ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും നിരാശരാകേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്നാണ് തേജസ്വി യാദവ് വ്യക്തമാക്കിയത്. മാത്രമല്ല, വർദ്ധിച്ച പോളിംഗ് ശതമാനത്തിലെ നേട്ടം മുൻകാല പ്രവണതകൾ വെച്ച് നോക്കിയാൽ അത് അവർക്ക് അനുകൂലവുമാണ്. കൂടാതെ കൂടുതൽ പോളിംഗ് നടന്ന 2ാം ഘട്ട മണ്ഡലങ്ങൾ RJDക്കും ഇന്ത്യ മുന്നണിക്കും വലിയ മുൻതൂക്കമുള്ള മേഖലകളുമാണ്. പ്രധാനമായും സീമഞ്ചൽ മേഖലയിലെ ജില്ലകളായ കിഷൻഗഞ്ച്, പൂർണിയ, കടിഹാർ തുടങ്ങിയ RJD മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായത്. എന്നാൽ ചമ്പാരൻ, മോദിഹാരി തുടങ്ങിയ BJP അനുകൂല മേഖലകളിൽ സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് കുറവായിരുന്നു എന്നാണ് അവസാനത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ മുന്നണിയുടെയും മഹാഗഠബന്ധന്റെയും സാധ്യതകൾ തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യം, നിലവിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ പ്രചരണത്തിൽ അത്ര സജീവമായിരുന്നില്ല എന്നതാണ്. പ്രധാനമായും മോദിയും അമിത്ഷായും തന്നെയാണ് അവരുടെ പ്രചരണം നയിച്ചത്. നിതീഷ് ഒരു പത്രസമ്മേളനം പോലും ചെയ്തിട്ടില്ല. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പോലും വാർത്താക്കുറിപ്പുകളിലൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്കകൾ പറയുമ്പോഴും പ്രചരണത്തിൽ സജീവമാകാതിരുന്നതിന്റെ പ്രധാന കാരണം ആത്മവിശ്വാസക്കുറവാണെന്ന ആരോപണവും എതിർചേരിയിൽ നിന്ന് ഉയർന്നിരുന്നു. മാത്രമല്ല, NDA നിതീഷിനെ ഇതുവരെയും തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യ മുന്നണി തങ്ങൾ അധികാരത്തിലെത്തിയാൽ തേജസ്വി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് വ്യക്തമാക്കിയപ്പോൾ ഇതേ ചോദ്യം അമിത്ഷായോട് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം MLA മാർ ചേർന്ന് തെരഞ്ഞെടുക്കുമെന്ന് മാത്രമാണ് അമിത്ഷാ മറുപടി പറഞ്ഞത്. നിതീഷ് കുമാർ ആയിരിക്കും തങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ഒരു BJP നേതാവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരിടത്തും കേട്ടതുമില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ ബീഹാറിൽ മുന്നണികൾ വഴിപിരിയാനും
പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾ ഉടലെടുക്കാനുമുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെന്തായാലും NDA മുന്നണിക്ക് ഗുണകരമായ ഒന്നാകില്ല എന്നത് ഉറപ്പാണ്. അതുകൂടാതെ പ്രശാന്ത് കിഷോർ, അസറുദ്ദീൻ ഒറൈസി തുടങ്ങിയവർ ഇരു മുന്നണികളുടെയും വിജയ സാധ്യതയെ തകർക്കാൻ കഴിയുന്ന വിധം വോട്ടുകൾ നേടാൻ ശേഷിയുള്ളവരാണെന്നതും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകം തന്നെയാണ്. അതിൽ പ്രശാന്ത് കിഷോർ കൂടുതൽ പരിക്കേൽപ്പിക്കുക BJP മുന്നണിയാണെന്നതും ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകളെ ഉയർത്തുന്നതാണ്. എന്തായാലും ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിങ്ങിലൂടെ ബീഹാർ ജനത ഒരു കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. എക്സിറ്റ് പോളുകൾ BJPയെയും നിതീഷിനെയും അനുകൂലിക്കുന്നുവെങ്കിലും മറ്റട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ ഒരു ദിവസത്തിനപ്പുറം ബീഹാർ ജനതയുടെ ആ ചരിത്രപരമായ തീരുമാനം തേജസ്വിയെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്താനുള്ള സാധ്യതയും വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.